അങ്ങനെ മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ നിശ്ചയമായും ഒന്നും രണ്ടും കേസിലെ പോലെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനോ ഒക്കെ രാഹുൽ മാങ്കുട്ടത്തിൽ ശ്രമിക്കുമായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങളും മുൻകൂട്ടി കാണാൻ രാഹുൽ മാങ്കുട്ടത്തിന് കഴിഞ്ഞതുമില്ല. പഴുതടച്ച സംവിധാനങ്ങളുടെ നീക്കങ്ങളിലൂടെ രാഹുൽ മാങ്കുട്ടത്തിലിനെ ലോക്കാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അഭിഭാഷകരുമായി സംസാരിക്കാൻ പോലുള്ള അവസരമോ ഇടയോ പോലും നൽകിയില്ല. അങ്ങനെ KPM ഹോട്ടലിൽ നിന്ന് പിടിക്കുന്നു, നേരെ കൊണ്ടുപോകുന്നു, AR ക്യാമ്പിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുന്നു, റിമാൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഈ മൂന്നാമത്തെ പരാതി, അതിൻ്റെ കാലയളവ്, എന്നാണിത് സംഭവിച്ചത്, എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചത്? ഇപ്പോൾ പുറത്തു വരുന്ന പരാതിയിലുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു, ബലാത്സംഗ ആരോപണം അതിനകത്തുണ്ട്, ക്രൂരമായ പീഡനമുണ്ട്, ഒപ്പം പണം തട്ടലുണ്ട്. അത്തരത്തിലുള്ള നിരവധി വകുപ്പുകൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ചുമത്താനുള്ള സാധ്യതകളൊക്കെ ആ പരാതിക്കകത്തുണ്ട്. പക്ഷേ ഇനി പരാതിക്കാരുടെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും FIRൽ അങ്ങനെ വകുപ്പുകൾ ഏതൊക്കെ ചുമത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ഓൺലൈൻ വഴിയുള്ള, ഇമെയിൽ വഴിയുള്ള അപേക്ഷയാണ്. അതിന് സ്വാഭാവികമായും അതിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ പരാതിക്കാർ നേരിട്ടെത്തുന്നതോടുകൂടി ആ പരിമിതികളെല്ലാം നീങ്ങും. മൊഴിയെടുക്കുന്നതോടുകൂടി കുറെ കൂടി സ്ട്രോങ് ആകും കാര്യങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു, വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. കനത്ത പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഇനി തിരികെ കൊണ്ടുവരുമ്പോഴും അതേ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകും. ലിജോ റോളൻസ് തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ലിജോ, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക? സൈഫുദ്ദീൻ, ഈ സ്വാഭാവികമായ ഒരു റിമാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടുപോവുക ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു സൗകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമായിരിക്കും ആവശ്യപ്പെടുക. അത്തരത്തിൽ തന്നെ കോടതിയും അനുവദിച്ചു കൊടുക്കാൻ തന്നെയാണ് ഒരു സാധ്യത കാണുന്നത്. അതിനെ എതിർക്കാൻ വലിയ കാര്യമില്ല. പക്ഷേ ഈ രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിൻ്റെ അഭിഭാഷകർ അതിനെ എതിർക്കും. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന സ്ഥലത്ത് തന്നെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ റിമാൻഡ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും അവർ ആവശ്യപ്പെടുക. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ രാഹുലുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിന്ന് വന്നവരോടൊക്കെ സംസാരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവരാരും അതിന് തയ്യാറാകാതെ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. സഹായം എന്തായാലും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ, അതായത് ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ 2 തരത്തിലാണ് പോലീസ്, അതായത് 2 ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ കയറ്റിയ പ്രതിഷേധം നടന്ന പ്രധാന ഗേറ്റ്, 2 തൊട്ടടുത്തുള്ള 2 ഗേറ്റും നമ്മുടെ ആ സ്ക്രീനിൻ്റെ 2 വശത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏത് വശത്ത് കൂടി വേണമെങ്കിലും രാഹുലിനെ ഒരുക്കാം. കാര്യം 2 വശത്തും പോലീസ് അതിനുവേണ്ടിയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കുന്ന സമയത്ത് ഏത് വഴി ഇറങ്ങും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ ഇറക്കുക, മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അതിനുശേഷം തുടർ നടപടികൾ. ഇനി രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യമാണ്. നിലവിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘ തലവനായിട്ടുള്ള AIG പുള്ളിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പലപ്പോഴും ഈ ഒരു 2 പേരും കൂടെ സമ്മതത്തോടുകൂടി, ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം, ആ പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന മറ്റു ഗുരുതരമായ കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ആ സാമ്പത്തികമായ പണം വാങ്ങിയിട്ടുണ്ട്, താൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തരത്തിലായിരിക്കും കാര്യം? ഇനിയൊരു ചോദ്യം ചെയ്യലാണ്, ഇനിയായിരിക്കും തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി കൗണ്ടർ ചെയ്തുകൊണ്ട് ആ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. അത് ഏറെ നിർണായകം തന്നെയായിരിക്കും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് രാഹുൽ അന്വേഷണ സംഘത്തോട് പിന്നീട് പറയുന്നത്? അതായത് അതിൽ കൂടുതലുള്ള ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി എല്ലാം ഇതാണ്: എല്ലാം തൻ്റെ അഭിഭാഷകൻ പറയും, എല്ലാം തൻ്റെ വക്കീൽ പറയും എന്നുള്ളൊരു മറുപടിയാണ് അന്വേഷണ സംഘത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിസ്സഹകരണം തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ. 4:20 ഇവിടേക്ക് എത്തിക്കുന്നു, പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടികൾ നൽകാൻ തയ്യാറായിട്ടില്ല. ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയും രാഹുലിൻ്റെ പ്രതികരണമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. നിയമപരമായി നേരിടും, കോടതിയിൽ താനെല്ലാം തെളിയിക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അന്വേഷണ സംഘത്തോട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇത്തരത്തിൽ ഈ
ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഈ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ഒരു ഈ അറസ്റ്റാണ് ഈ രാഹുലിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ഗേറ്റുണ്ട്. 2-ൽ ഏത് ഗേറ്റ് വഴി വേണമെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അതായത് 2 സൈഡിലും പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഏത് വശത്തുകൂടി വേണമെങ്കിലും രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ, അതായത് പോലീസിനെ ഈ സമരക്കാരിൽ നിന്നും മാറ്റി രാഹുലിനെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ശ്രമം നടത്തണം. അതുകൊണ്ട് 2-ൽ ഏത് വശത്തുകൂടി വേണമെങ്കിലും രാഹുലിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഒരുക്കി. 2 വശത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം 2 വശത്തും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് വശത്തു കൂടി വന്നാലും എന്തായാലും വാഹനത്തിൽ കയറി മാത്രമേ രാഹുലിനെ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. പോലീസ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. 2-ൽ അതായത് പോലീസ് കൃത്യമായി മാധ്യമങ്ങളെ കൂടെ ഒന്ന് പറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 2 വശത്തും പോലീസ് ഇങ്ങനെ മാറി മാറി അവർ നിൽക്കുന്നു. അതിനുശേഷം പ്രതിഷേധക്കാർ എത്തുമ്പോൾ അടുത്ത വശത്തേക്ക് കൂടുതൽ പോലീസ് സന്നാഹം വരുന്നു. അത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പത്തിനിടയിലൂടെ വാഹനം കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 2 ഗേറ്റിൽ ഏതിലെങ്കിലും ഒരിടത്ത് കൂടി മാത്രമേ രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. 2-ലൊരു ഗേറ്റ് ഒഴിവാക്കി അല്ലാതെ ഇനി രാഹുലിനെ ഈ ആശുപത്രിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല. പ്രതിഷേധക്കാർ ഒരു വശത്ത് ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധിക്കുമ്പോൾ മറ്റൊരു വശത്ത് BJPക്കാരും പ്രതിഷേധവും എത്തിക്കൊണ്ട് ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണുള്ളത്. അതല്ല ഓൾട്ടർനേറ്റീവായി മറ്റെന്തെങ്കിലും മാർഗം പോലീസ് നേരത്തെ കണ്ടിരുന്നോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പോലീസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് 2 ഭാഗത്തും. ഒരു ഗേറ്റിലാണ് BJP പ്രവർത്തകരാണെങ്കിൽ മറ്റൊരു ഗേറ്റിൽ DYFI പ്രവർത്തകരാണ്. നമുക്ക് ആ 2 ദൃശ്യങ്ങളും കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. 2ഇടത്തും ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. 2 ഗേറ്റിലൂടെ ഇറക്കിയാലും കാര്യം 2 ഗേറ്റിലും പോലീസ് ഏതായാലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പുറത്തേക്ക് വരുന്ന സമയത്ത് രാഹുലിനെ തടയുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കിട്ട് കടന്നു കഴിഞ്ഞാൽ അത് പോലീസിന് അത് മജിസ്ട്രേറ്റിന് മുന്നിലെത്തുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടി വരും. ഏത് ഒരു കുറ്റാരോപിതനാണ്, ഒരു പ്രതിയാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഒരു MLA കൂടെയാണ്. ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. അതായത് പോലീസിന്റെ ഫോഴ്സ് വേണ്ടുവോളം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ രാഹുലിന് നേരെ ഒരു കയ്യേറ്റം ഉൾപ്പെടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കൂടി കണക്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഇരുവശത്തും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രാഹുലിനെ എന്തായാലും അധികം വൈകാതെ പുറത്തേക്ക് ഇറക്കും. അതിന് ഏത് വഴിക്കിൽ കൂടി ഇറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് എന്തായാലും വേണ്ട ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ, പ്രതിഷേധം കൂടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ അകത്ത് കൊണ്ടുപോയപ്പോൾ പുറത്ത് പ്രതിഷേധം ഇറങ്ങുന്നതാണ് കണ്ടത്. നേരത്തെ പോലീസുകാർ തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥലത്തെ പ്രതിഷേധം അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിടയിലൂടെ കൊണ്ടുവരുന്നത് അല്പം വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും സ്ഥലത്ത് പ്രതിഷേധം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. ലിജോ, അതിലേറ്റവും പ്രധാനം ഈ പോലീസ് നമ്മൾ രാവിലെ കണ്ടത് AR ക്യാമ്പിൽ നിന്ന് രാഹുലിനെ കൊണ്ടുവരുമ്പോൾ ഒരു ശക്തമായ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നില്ലേ? അതിനനുസരിച്ചുള്ള ഒരു സന്നാഹം ഒരുക്കിയിരുന്നു?